നമസ്കാരം. എക്സ്പ്ലെയിൻ മലയാളത്തിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേണോ സ്വകാര്യ ബാങ്കുകൾ, അതായത് സ്വകാര്യ ബാങ്കുകൾ വേണോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം, ഇതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. 2020 ഈ അടുത്ത് ലക്ഷ്മി വിലാസ് ബാങ്ക് ഫസ്റ്റ് അവർക്ക് RBI മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. അതായത് വിഡ്രോവലിന് നിയന്ത്രണം വന്നു. അതിനുശേഷം DBS ബാങ്കുമായിട്ട് ലയിപ്പിച്ചു. അത് ഒന്നാമത്തെ കാര്യം. അതിനു മുമ്പായിട്ട് യെസ് ബാങ്ക്, അതായത് ഈ ലക്ഷ്മി വിലാസ് ബാങ്കിനേക്കാളൊക്കെ എത്രയോ വലിയ കൂടുതൽ ബിസിനസ്സുള്ള ബാങ്കാണ്. അവരും ഈ പറഞ്ഞ മാതിരി ഈ ഒരു മൊറട്ടോറിയത്തിൽ കൂടെ തന്നെ കടന്നുപോയി. അതിനുശേഷം യെസ് ബാങ്കായിട്ട് തന്നെ തുടരുന്നു. പക്ഷെ SBIയും മറ്റ് ബാങ്കുകളും കൂടി അതിൽ കുറേ ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്തു, അതായത് മൂലധന നിക്ഷേപം നടത്തി. ഇതും RBIയുടെ ഇന്റർവെൻഷൻ പ്രകാരം തന്നെ നടന്ന സംഭവമാണ്. ഈ രണ്ട് ബാങ്ക് ഫെയിലിയർ ഉണ്ട്. അതിന് പുറമെ വേറെന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അടുത്തൊരു ഇന്റേണൽ വർക്കിംഗ് ഗ്രൂപ്പിനെ നിയോഗിച്ചു. അവരോട് ചോദിച്ചത് ഒരു കാര്യം പഠിച്ച് അതിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ, അതായത് ബാങ്കിങ് ലൈസൻസ് ആർക്കൊക്കെ കൊടുക്കണം, ഇപ്പോഴത്തെ ലൈസൻസിങ് മാനദണ്ഡങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ, അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തണോ. അപ്പം അതിൽ അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിലുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്താ വെച്ചാൽ, ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പുകൾക്കും ബാങ്കിങ് ലൈസൻസ് കൊടുക്കണം. അതായത് വ്യവസായ ഗ്രൂപ്പുകൾക്കും കൂടി ബാങ്കിങ് ലൈസൻസ് കൊടുക്കണം. അതായത് ഇപ്പം നിലവിൽ ഫൈനാൻഷ്യൽ സർവീസസ് ബിസിനസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ടാറ്റ ഗ്രൂപ്പിന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ റിലയൻസിന് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ യൂസഫ് അലിക്കോ അല്ലെങ്കിൽ രവി പിള്ളയ്ക്കോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇവരൊക്കെ മറ്റ് വ്യവസായങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ബാങ്കിങ്ങിൽ കൂടി കൊണ്ടുവരിക, അതിനുള്ളൊരു നിർദ്ദേശമാണ് വെച്ചത്. അത് വളരെ വിവാദമായി. അതിന് രഘുരാം രാജനെ പോലെയുള്ളവർ അതിനെ എതിർത്തും കൊണ്ട് പല ആർട്ടിക്കിൾസും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പല ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് സ്വകാര്യ ബാങ്കുകൾ വീണ്ടും ചർച്ചയിലാവുന്നത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇതിൽ പറയുന്നത് ഉള്ള വ്യവസായ ഗ്രൂപ്പുകൾക്ക് സ്വകാര്യ ബാങ്ക് തുടങ്ങാനുള്ള ലൈസൻസ് കൊടുക്കണമെന്ന് ചോദിക്കുന്നതിന് മുമ്പ് സ്വകാര്യ ബാങ്കുകൾ വേണോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡിബേറ്റ് വരുന്നത്. അപ്പം അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ വെച്ചാൽ, അതായത് അവർ ചോദിക്കുകയല്ല സ്വകാര്യ ബാങ്കുകൾ വേണോ എന്നുള്ള ചോദ്യമല്ല, അവർ പറയുന്നത് സ്വകാര്യ ബാങ്കുകൾ വേണ്ടെന്നാണ്. അപ്പോൾ ഇവർ വേണ്ടെന്ന് പറയുന്നതിനുള്ള കാരണം ഇവർ കമ്മ്യൂണിസ്റ്റുകാരോ സോഷ്യലിസ്റ്റുകാരോ ആയതുകൊണ്ടല്ല, അതായത് അവരുടെ പ്രത്യയശാസ്ത്രമല്ല അവരെ കൊണ്ട് ഇത് പറയിക്കുന്നത്. പിന്നെന്താണ്, അവർ പറയുന്ന കുറച്ച് വേറെ കാര്യങ്ങളുണ്ട്. അതെന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഈ സ്ക്രീനിൽ കാണുന്നത് കുറച്ച് പരാജയപ്പെട്ട സ്വകാര്യ ബാങ്കുകളുടെ ലിസ്റ്റാണ്. ഓഫ്കോഴ്സ് ഇതിൽ എല്ലാ ബാങ്കുകളും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ലക്ഷ്മി വിലാസ് ബാങ്ക് ഉണ്ട്, യെസ് ബാങ്ക് ഉണ്ട്, പിന്നെ പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്ക്. ഇതൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. പ്രധാനമായിട്ട് മഹാരാഷ്ട്രയിലും പിന്നെ വേറെ ഒരു 5-6 സ്റ്റേറ്റുകളിലും കൂടി അവർ കോപ്പറേഷൻസ് ഉണ്ട്. അവർ കഴിഞ്ഞ 13 മാസമായിട്ട് മൊറട്ടോറിയത്തിലാണ്. അതിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. പിന്നെ ഉള്ളത് ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക്. ഇത് കുറച്ചും കൂടി മുമ്പത്തെ ഒരു കേസാണ്. അതായത് 2003-2004 കാലഘട്ടത്തിലാണ് ഈ ഒരു ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്കിൻ്റെ പരാജയപ്പെട്ടിട്ട് അത് ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു PSU ബാങ്കാണ്. പിന്നെ ഇവിടെ യെസ് ബാങ്കിനെ എടുത്തത് SBI ആൻഡ് അതേഴ്സ്. SBI ആണ് കൂടുതലായിട്ടും ഇതാക്കിയത്. SBI നാച്ചുറലി പൊതുമേഖലാ ബാങ്കാണ്. ഈ ലക്ഷ്മി വിലാസ് ബാങ്കിന്റെ കേസിൽ മാത്രം അതൊരു DBS ബാങ്ക്, ഒരു പ്രൈവറ്റ് ബാങ്കാണ് അതിനെ ഏറ്റെടുത്തത്. പിന്നെ നമ്മുടെ മലയാളികൾക്ക്, പ്രത്യേകിച്ചും കോഴിക്കോട്ടുകാർക്ക് സുപരിചിതമായ ഒരു പേരാണ് നെടുങ്ങാടി ബാങ്ക്. അവരും ഈ പറഞ്ഞ മാതിരി പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുക്കുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു PSU ബാങ്കാണ്. അപ്പോൾ ഇതാണ് പരാജയപ്പെട്ട സ്വകാര്യ ബാങ്കുകൾ. അതിൽ പല കേസുകളിലും പൊതുമേഖലാ ബാങ്കുകളാണ് അവരെ രക്ഷിക്കെത്തിയത്. അതും ഗവൺമെന്റിന്റെയും RBIയുടെ ഒക്കെ ഇന്റർവെൻഷൻ കൊണ്ട്. അടുത്ത സ്ക്രീനിൽ നമുക്ക് പരാജയപ്പെട്ട PSU ബാങ്കുകളുടെ ലിസ്റ്റ് ഏതാണെന്ന് നോക്കാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന എന്താണ്, ഇവിടെ ഒരു ബ്ലാങ്ക് സ്ക്രീനാണ്. അപ്പം അതിൻ്റെ കാര്യം, ഇതുവരെ ഒരൊറ്റ പൊതുമേഖലാ ബാങ്ക് പോലും പരാജയപ്പെട്ടിട്ടില്ല. അപ്പം ഇതാണ് ഇവരുടെ ഈ ഒരു ചോദ്യത്തിനുള്ള കാര്യം. അതായത് ഇവിടെ നമ്മൾ കാണാം ഫെയിൽഡ് പ്രൈവറ്റ് ബാങ്ക്, പരാജയപ്പെട്ട പ്രൈവറ്റ് ബാങ്കുകളാണ്. പക്ഷെ നമ്മൾ പരാജയപ്പെട്ട പ്രൈവറ്റ് ബാങ്കുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും പരാജയപ്പെട്ട ബാങ്കുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രണ്ടും ഏതാണ്, ഒരൊറ്റ ലിസ്റ്റേ കാണുന്നുള്ളൂ. ആ ലിസ്റ്റിൽ ഉള്ളതെല്ലാം ആരാണ്, പ്രൈവറ്റ് ബാങ്കുകൾ മാത്രമാണ്. ഇതാണ് അവർ പറയുന്നത്.
സ്വകാര്യ ബാങ്കുകൾ ഇന്നിപ്പോൾ നന്നായിട്ട് പോകുന്ന സ്വകാര്യ ബാങ്കുകളാണെങ്കിൽ പോലും നാളെ അത് പരാജയപ്പെടാം. പ്രത്യേകിച്ച് യെസ് ബാങ്കിൻ്റെ ഒക്കെ കേസിൽ ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ഒരു ബാങ്കാണ് യെസ് ബാങ്ക്. മാത്രമല്ല അതിൻ്റെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ റാണ കപൂർ വളരെ ലൈം ലൈറ്റിൽ നിന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇപ്പം അദ്ദേഹം ജയിലിലാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ഇവർ പറയുന്നത്, സ്വകാര്യ ബാങ്കുകൾ വേണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യം തന്നെ, സ്വകാര്യ ബാങ്ക് വേണ്ട എന്നുള്ളൊരു നിഗമനത്തിലെത്താൻ അവരെ പ്രേരിപ്പിക്കും ഈ ഒരു കാര്യങ്ങൾ. അപ്പം പ്രഥമ ദൃഷ്ടിയ കണ്ടു കഴിഞ്ഞാൽ വളരെ ന്യായമായിട്ട് തോന്നാം. കാരണം അതിനവർ എവിഡൻസ് പറയുന്നുണ്ട്, അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, ഇത് വളരെ ശരിയായിട്ട് തോന്നാം. പക്ഷെ നമുക്കിതിന് പിന്നിൽ വേറെ വല്ലതും ഉണ്ടോ, ഇതൊക്കെ തന്നെയാണ് ശരി എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിന് നമുക്ക് എന്താണ് വേണ്ടത്? അത് നമുക്ക് ബാങ്കിൻ്റെ ബിസിനസ് എങ്ങനെയാണെന്ന് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് വെച്ച് തുടങ്ങണം. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ബാങ്കിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനായിട്ട് പേടിക്കൊന്നും വേണ്ട. ബാലൻസ് ഷീറ്റിൽ എന്താണ് 2 എൻട്രീസ് ആണ് ഉണ്ടാവുക. അതായത് ലയബിലിറ്റീസ് ഉണ്ടാവും, പിന്നെ അസറ്റ്സ് ഉണ്ടാവും. മലയാളത്തിൽ ബാധ്യതകളും ആസ്തികളും. അപ്പം എന്താണ് ഇത്? പേരൊന്നും കേട്ട് പേടിക്കണ്ട. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സോഴ്സ് ഓഫ് ഫണ്ട്സ്. അതായത് ഫണ്ട് എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ലയബിലിറ്റീസ്. ആസ്തികൾ എന്താണ്? അത് യൂസ് ഓഫ് ഫണ്ട്സ് ആണ്. ആ ഫണ്ട് എവിടെയൊക്കെ ഉപയോഗിച്ചു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ബാങ്കിൻ്റെ കേസിൽ എന്താണ് സോഴ്സ് ഓഫ് ഫണ്ട്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ഡെപ്പോസിറ്റ്സ്. സപ്പോസ് ഒരു ബാങ്ക് 100 രൂപയുടെ ഡെപ്പോസിറ്റ് എടുക്കുന്നു. അത് അവർ എന്താണ് ചെയ്യുക? യൂസ് ഓഫ് ഫണ്ട്സ് എന്നാണ്, ലോണാണ്. ലോണായിട്ട് പലർക്കായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ കേസിൽ സപ്പോസ് ഒരു രൂപ വെച്ച് 100 പേരെടുത്ത് ഒരു ഡെപ്പോസിറ്റ് വാങ്ങിച്ചു, അത് ലോണായിട്ട് കൊടുക്കുകയാണ്. ഈ മൊത്തം 100 രൂപ ലോണായിട്ട് കൊടുക്കാൻ പറ്റുമോ? കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. കാരണം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇന്നിപ്പോൾ ഒരാൾ 10 വർഷത്തേക്ക് ഒരു ഡെപ്പോസിറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ബാങ്കുകൾ എന്താ ചെയ്യുക? 1 മാസം കഴിഞ്ഞ് അയാൾ വന്നാലും നമ്മൾ ആ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കും. അപ്പോൾ അത് എവിടെ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുക? നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ലോൺ അഗ്രിമെന്റ് പ്രകാരം, അതിലത്തെ വ്യവസ്ഥകൾ പ്രകാരം പലപ്പോഴും EMI ആയിട്ടും ഒക്കെയാണ് തിരിച്ചടവ് വരിക. അപ്പോൾ ഈ 1 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ സപ്പോസ് ഒരു 10 പേരാണ്, 1 രൂപ വെച്ച് 10 പേരാണ് 10 രൂപ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതെങ്കിൽ ആ 10 രൂപ തിരിച്ചടവായിട്ട് വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് ബാങ്ക് ഫണ്ട് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് പറയുന്നത് ഇങ്ങനെ പെട്ടെന്ന് ഡെപ്പോസിറ്റ് വിഡ്രോളിന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ ലോണായിട്ട് കൊടുക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? കുറച്ച് ഭാഗം ക്യാഷ് റിസർവ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ വയ്ക്കണം. ഇപ്പം അതിൻ്റെ 3%. പിന്നെ ഉള്ളത് SLR സെക്യൂരിറ്റീസ് എന്ന പേരിൽ ഒരു നിക്ഷേപം കൂടി നടത്തണം. അത് 18 രൂപ, അതായത് 18%. അപ്പോൾ ഇതിൽ നമുക്ക് SLR സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊന്ന് നോക്കാം. SLR എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത് ഗവൺമെന്റിന്റെ കടപ്പത്രമാണ്. അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയും, GSEC എന്ന് പറയും, അല്ലെങ്കിൽ ഗവൺമെന്റ് ബോൺഡ്സ് എന്ന് പറയും. അതാണ് SLR സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ, അത് GSEC എന്ന് പറയും, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയും, GSEC എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഗവൺമെന്റ് ബോൺഡ്സ് എന്ന് പറയും. അതെന്താണ് സംഭവം? ഗവൺമെന്റ് സർക്കാർ മാർക്കറ്റിൽ നിന്ന് പണം കടമെടുക്കുന്നതാണ് ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ എന്തിനാണ് പണം കടമെടുക്കുന്നത്? അപ്പോൾ ബജറ്റിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്ര ഗവൺമെന്റും ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകളും. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒരു വരവ് ചെലവ് കണക്കുകളാണ്. ഗവൺമെന്റിന്റെ ഒരു വർഷത്തേക്ക്, ഒരു സാമ്പത്തിക വർഷത്തിൽ എത്രയൊക്കെ അവർ ചെലവാക്കുന്നു, എവിടെയൊക്കെ ചെലവാക്കുന്നു, അത് എവിടുന്നൊക്കെ അവർ ഫണ്ട് സമാഹരിക്കുന്നു, ആ വരവ് ചെലവ് കണക്കാണ്. അപ്പോൾ പലപ്പോഴും ഈ സംഭവിക്കുന്ന വെച്ചാൽ വരവ് ചെലവ് കണക്കിൽ വരവിനേക്കാൾ കൂടുതലായിരിക്കും ചെലവ്. അതായത് സപ്പോസ് ഇപ്പോൾ 80 രൂപയാണ് ഒരു വർഷത്തെ ഇൻകം എങ്കിൽ അതിൻ്റെ എക്സ്പെൻഡിച്ചർ ചിലപ്പോൾ 100 രൂപയായിരിക്കും. അപ്പോൾ ഈ ഷോർട്ടേജ് ഉള്ള 20 രൂപ എവിടുന്ന് കണ്ടുപിടിക്കുന്നു? അതാണ് ത്രൂ ദിസ് ബോറോയിങ്സ്. അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഈ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സർക്കാരിന്റെ കടപ്പത്രങ്ങൾ. അപ്പോൾ ഈ കടപ്പത്രങ്ങളിലാണ് SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. 100 രൂപ ഡെപ്പോസിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 18 രൂപ ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങളിൽ കിട്ടണം. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ ഇത് സർക്കാരിൻ്റെ അതാണ്. അതുകൊണ്ട് അത് 100% സേഫാണ്. ഒരിക്കലും അതിൽ ഡീഫോൾട്ട് ഉണ്ടാവില്ല. മാത്രമല്ല ഇതെപ്പോൾ വേണമെങ്കിൽ വിറ്റ് കാശാക്കാം. അതായത് നമ്മളെ ഷെയർ മാർക്കറ്റ് മാതിരി തന്നെ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റീസിൻ്റെയും ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റ് എല്ലാ വർക്കിംഗ് ഡേയ്സും 9 to 5 ഫങ്ഷനിങ് ആണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിറ്റ് പൈസയാക്കാം.
അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അതായത് ഇപ്പോൾ സപ്പോസ് 100 രൂപയിൽ 10 രൂപ വാങ്ങിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ SLR-എന്നോ അല്ലെങ്കിൽ ക്യാഷെന്നോ ഒക്കെ ആയിട്ട് 10 രൂപ എടുത്ത് നമുക്ക് കൊടുത്ത് പ്രശ്നം തീർക്കാം. അപ്പം അതാണ് ഇത്. അപ്പം ഈ ഇങ്ങനെ ആകുമ്പോൾ എത്ര നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും? ഇവിടെ 18,321 രൂപ ക്യാഷ് റിസർവായിട്ട് SLR ആയിട്ട് പോയി. പിന്നെ ഉള്ളത് 79 രൂപയാണ് നമുക്ക് ലോണായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പെട്ടെന്നുള്ള വിഡ്രോവലിന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു പരിഹാരമായി ബാക്കി 79 രൂപ ലോൺ കൊടുക്കാനും പറ്റി. പക്ഷെ ഇതിൽ വേറെ ഒരു പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ 79 രൂപയിൽ കുറച്ച് ഭാഗമെങ്കിലും ഒരു കിട്ടാക്കടമായാൽ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് ഈ 79 രൂപയിൽ സപ്പോസ് ഒരു 5 രൂപ കിട്ടാക്കടമായിട്ട് മാറുകയാണ്. അതായത് 5 രൂപ നമുക്ക് തിരിച്ചൊന്നും കിട്ടില്ല. അങ്ങനത്തെ രീതിയിൽ നഷ്ടം വരികയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ 79-ന് പകരം 74 മാറുന്നു. ഇവിടെ 18 3 21. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയായി? 4 1 5 7 2 9 95 രൂപയാണ്. ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഡെപ്പോസിറ്റ് 100 രൂപയുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ ആസ്തികളെയും ബാധ്യതകളെയും വേറൊരു തരത്തിലും കൂടി വേണമെങ്കിൽ മനസ്സിലാക്കാം. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതായത് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടാനുള്ളതും ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്തു തീർക്കാനുള്ളതും. അപ്പം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? കിട്ടാനുള്ളത് 95 രൂപയുള്ളൂ, പക്ഷെ കൊടുക്കാനുള്ളത് 100 രൂപ ഉണ്ട്. ഇപ്പം എന്ത് സംഭവിക്കും? ഇതിന് കാരണം എന്താണ്? ഇവിടെ NPA എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. ദാറ്റ് ഈസ് 5 റുപ്പീസ്. നമ്മൾ -5 ആയിട്ട് കാണിക്കാം. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഡെപ്പോസിറ്റ് വാങ്ങിയവരോട് പറയാൻ പറ്റില്ല, നിങ്ങളുടെ അടുത്ത് ഡെപ്പോസിറ്റ് വാങ്ങി പക്ഷേ ഞങ്ങൾ ലോൺ കൊടുത്തു, അത് തിരിച്ചടക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ബാങ്കിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് RBI വേറൊരു ഉപായം കൂടി പറഞ്ഞു തരുന്നുണ്ട്. അതാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് മാത്രം ഉപയോഗിച്ച് ലോൺ കൊടുക്കരുത്. അതിൻ്റെ കൂടെ ഒരു ക്യാപിറ്റൽ, അതായത് മൂലധനം കൂടി വേണം. അത് ഷെയർ ഹോൾഡേഴ്സിനടുത്ത് കൊണ്ടുവന്നിട്ട് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോസ് ഈ കേസിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു 11 രൂപ നമുക്ക് കിട്ടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഇവിടെ എത്രയായി? ക്യാഷ് റിസർവിലും SLR-ലും വ്യത്യാസമില്ല, കാരണം ഡെപ്പോസിറ്റ് 100 തന്നെയാണ്, ക്യാപിറ്റലാണ് പുതുതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ മൊത്തം നമുക്ക് ലോണായിട്ട് കൊടുക്കാൻ പറ്റും, കാരണം ക്യാപിറ്റലിൽ നിന്ന് നീക്കിയിരിപ്പ് ഇങ്ങനെ റിസർവ് ആയിട്ട് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 79-ന് പകരം 11 രൂപയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 90 രൂപയായി. അപ്പോൾ ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പോഴും നമുക്ക് സപ്പോസ് പിന്നീട് ഈ 90 തന്നെ ഒരു 5 രൂപ NPA ആയി എന്ന് വിചാരിക്കുക. അപ്പം എങ്ങനെയാണ് ഇതിൽ മാറ്റം വരുന്നത്? അതും കൂടി ഒന്ന് നോക്കാം. ഇവിടെ 90 രൂപയാണുള്ളത്, അതിലൊരു 5 രൂപ NPA ആയിട്ട് കിട്ടാക്കടമായിട്ട് പോകുന്ന അതൊന്നും തിരിച്ചു കിട്ടാനില്ല. അപ്പോൾ ഇവിടെ എത്രയായി? ഇവിടെ 85 ആയി. ഇവിടെ വ്യത്യാസമൊന്നുമില്ല, 21 രൂപ തന്നെയാണ്. അപ്പോൾ എത്രയായി? 6 8 2 10 106 രൂപ ഇവിടെ ഉണ്ട്. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഈ 100-ന് പകരം ഇപ്പം എത്രയായി? ക്യാപിറ്റലും കൂടി വന്നതുകൊണ്ട് ഇവിടെ 111 ആയി. ഇതാണ് ശരി. ഓക്കെ. അപ്പം ഇവിടെ എത്രയായി? ഇവിടെ ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. 106 രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത്. അതായത് ആസ്തി ഇത്രയാണുള്ളത്, കിട്ടാനുള്ളത് 106, പക്ഷെ ഇവിടെ കൊടുക്കാനുള്ളത് എത്രയാണ്? 111 രൂപ ഇവിടെ കൊടുക്കാനുമുണ്ട്. ഇപ്പം എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു 5 രൂപയുടെ നഷ്ടം ആര് സഹിക്കും? അതാണ് ചോദ്യം. ഇവിടെ ഒരു 5 രൂപ കുറവുണ്ട്. ഈ കേസിലെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡെപ്പോസിറ്റിന് എടുത്ത് പോകേണ്ട കാര്യമില്ല, കാരണം ഇവിടെ 11 രൂപയുണ്ട്. അപ്പോൾ ആ 11 രൂപയിൽ നിന്നും 5 രൂപ കുറഞ്ഞ് ക്യാപിറ്റൽ 6 രൂപയായിട്ട് ചുരുങ്ങുന്നു. ഓക്കെ. അപ്പോൾ ഈ കേസിൽ പ്രശ്നമില്ല. ക്യാപിറ്റൽ കൊണ്ടുവരുന്നവരെ ഷെയർ ഹോൾഡേഴ്സ് ഇതിൻ്റെ നഷ്ടം സഹിച്ചോളും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം ന്യായമായിട്ടും പലർക്കും തോന്നുന്നൊരു ചോദ്യം, അങ്ങനെ നഷ്ടം സഹിക്കാൻ മാത്രമായിട്ട് ഇങ്ങനെ ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ? നഷ്ടത്തിന് മാത്രമായിട്ട് ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിന് നമ്മൾ ഇതിൻ്റെ വേറൊരു കണക്കും കൂടി നോക്കണം. അത് ഡെപ്പോസിറ്റ് സപ്പോസ് നമ്മൾ 6%-നാണ് ഡെപ്പോസിറ്റ്, അതിൻ്റെ ഇൻട്രസ്റ്റ്. അതായത് ഒരു കൊല്ലം 100 രൂപയ്ക്ക് നമ്മൾ 6 രൂപ കൊടുക്കണം. ഇവിടെ ലോൺ നമ്മൾ 10%-ലാണ് ലോൺ കൊടുത്തത്. അപ്പോൾ ഇവിടെ 10 രൂപ 9 രൂപ നമുക്കിവിടെ കിട്ടുന്നു. ക്യാഷ് റിസർവിന് റിട്ടേൺ ഇല്ല, 0-ആണ്. SLR സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് കടപ്പത്രമാണ്. നേരത്തെ കണ്ടതുമാതിരി 100% സേഫാണ്, ഒരിക്കലും ഡിഫോൾട്ട് വരില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് കുറവായതുകൊണ്ട് അതിൽ 5% കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ കിട്ടുന്ന എത്രയാണ്? 18-ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 90 പൈസ. അപ്പം മൊത്തം ഒരു കൊല്ലം എത്രയാണ് ഇവിടെ വരുമാനമുള്ളത്? 9 രൂപ 90 പൈസ വരുമാനമുണ്ട്. ഇപ്പം ഇതിലൊരു 90 പൈസ നമുക്ക് മാറ്റി വയ്ക്കാം. എന്താണ്? ബാങ്കിന് സാലറി, മറ്റുള്ള എക്സ്പെൻസ്, റെന്റ്, ബിൽഡിങ്ങിൻ്റെ റെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടല്ലോ.
അതെല്ലാം കഴിഞ്ഞിട്ട് 9 രൂപയാണ് ബാങ്കിന് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പം എന്തായി? 9 രൂപ നമുക്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ടും SLR സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആയിട്ടും ചെലവ് കഴിഞ്ഞിട്ട് കിട്ടി. ഇവിടെ 6 രൂപ ഡെപ്പോസിറ്റിന് കൊടുക്കണം, ബാക്കിയുള്ളത് 3. ഈ 3 രൂപ ആർക്കുള്ളതാണ്? ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പെർസെൻറ്റേജ് ആയിട്ട് നോക്കാം. മറ്റതെല്ലാം നമ്മൾ പെർസെൻറ്റേജിൽ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഓണേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം ഏർണിങ്സ് എത്രയാണ്? 3 രൂപയാണ് ഇൻകം. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 11 രൂപയാണ്. ഏതാണ്ട് ഒരു 27% അടുത്ത് ഇൻട്രസ്റ്റ് റിട്ടേൺ, അവർക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് ക്യാപിറ്റൽ സപ്ലയേഴ്സിനെ ആകർഷിക്കുന്നത്. അതായത് ബാങ്ക് നന്നായിട്ട് പോവാണ്, പ്രത്യേകിച്ച് വലിയ രീതിയിൽ NPA ഒന്നും ഇല്ലെങ്കിൽ. NPA ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നഷ്ടം സംഭവിക്കും, അതില്ലെങ്കിൽ വളരെ നല്ല റിട്ടേൺ. അതായത് ഡെപ്പോസിറ്റേഴ്സിന് 6% കിട്ടുന്നുള്ളൂ. ഇത് ഏതാണ്ട് അതിൻ്റെ ഒരു 4 ഇരട്ടിയോളം കൂടുതൽ. ഡെപ്പോസിറ്റേഴ്സ് 4 കൊല്ലം കൊണ്ട് കിട്ടുന്ന വരുമാനം തന്നെ ഷെയർ ഹോൾഡേഴ്സിന് 1 വർഷം കൊണ്ട് കിട്ടുന്നു. ഇതാണ് ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ബാങ്കിങ് ബിസിനസ്സിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അതായത് ഈ NPA വരുമ്പോഴാണ് ക്യാപിറ്റൽ വൈപ്പ് ഓഫ്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കാം. ഈ 5 രൂപ NPAക്ക് പകരം ഈ NPA ഫിഗർ കുറച്ചും കൂടി കൂടുകയാണെന്ന് വിചാരിക്കുക. അതൊരു 15 രൂപയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതും കൂടി നോക്കാം. നേരത്തെ 5 ഉള്ളതെന്ന് 90-ൽ 5 NPA ആയതിന് പകരം 90-ൽ 15 രൂപ NPA ആവുന്നു. അപ്പം എന്ത് സംഭവിക്കും? ഇവിടെ 75 രൂപയാണ് നമുക്ക് പെർഫോമിംഗ് ആയിട്ടുള്ള അഡ്വാൻസ് ഉള്ളത്. ഇവിടെ 21, അതിൽ മാറ്റമൊന്നുമില്ല. 6.96. ഇപ്പോൾ ഇവിടെ കിട്ടാനുള്ള 96. പക്ഷെ ഇവിടെ 111 രൂപയാണ് കൊടുക്കാനുള്ളത്. NPA എന്ന് പറഞ്ഞാൽ എത്രയായി? ഇവിടെ -15. ഇപ്പം ഇവിടെ -15 എന്ന് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 11 രൂപ ക്യാപിറ്റൽ മൊത്തമായിട്ടും പോയി. അതത്രയും പോയി. മാത്രമല്ല പിന്നെ ഒരു 4 രൂപയും കൂടി ബാക്കിയുണ്ട്. അതായത് 11 രൂപ ക്യാപിറ്റൽ പോയി, പിന്നെ ഒരു 4 രൂപയും കൂടി വന്നു കഴിഞ്ഞാൽ ഈ 15 രൂപയുടെ മുഴുവൻ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡെപ്പോസിറ്റേഴ്സിനെ കൂടി ഈ ഒരു NPA ബാധിക്കാൻ തുടങ്ങി. ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? RBI ഇടപെടുന്നു, മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു. അത് പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ വരുന്നു, ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നു, എല്ലാവരും അറിയുന്നു. പക്ഷെ ഇതിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യം പലപ്പോഴും ബാങ്കിങ് വിദഗ്ധരും ഈ ഇൻഡസ്ട്രി വാച്ച് ചെയ്യുന്നവർ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. മൊറട്ടോറിയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും അറിയുന്നു, ആകെ ബഹളമാവുന്നു, ചർച്ചകൾ വരുന്നു, എല്ലാ സംഭവങ്ങളും നടക്കുന്നു. അപ്പം ഇതാണ് ബാങ്കിങ് ബിസിനസ്സിനെ പറ്റി. അതായത് NPA ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ മൊത്തം വൈപ്പ് ഓഫ് ആവും. മാത്രമല്ല അത് ഡെപ്പോസിറ്റിനെയും കൂടി ബാധിക്കുന്ന രീതിയിലെത്തും. ആ സമയത്താണ് RBI ഇൻ്റർവെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചോദ്യം, അതായത് സ്വകാര്യ ബാങ്കുകൾ വേണമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിന് ഒരു കാര്യം കൂടി അറിയാനുണ്ട്. അതായത് ഈ ബാങ്കിൻ്റെ ക്യാപിറ്റൽ, സ്വകാര്യ ബാങ്കിൻ്റെയും പൊതുമേഖലാ ബാങ്കിൻ്റെയും ക്യാപിറ്റൽ തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി ഉണ്ട്. അതും കൂടി മനസ്സിലാക്കിയാൽ നമുക്കൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ ഓഫ് ബാങ്ക്സ് നമുക്ക് നോക്കാം. ആദ്യം ഒരു സൈഡിൽ സ്വകാര്യ ബാങ്കുകളുണ്ട്. ഇവിടെ നമുക്ക് PSU ബാങ്ക്, ഇപ്പുറത്ത് പ്രൈവറ്റ് ബാങ്ക്. ഇത് അവരുടെ ക്യാപിറ്റൽ ആണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ സ്വകാര്യ ബാങ്കിന്റെ ക്യാപിറ്റൽ. ഇതുമാതിരി ഇവിടെ PSU ബാങ്കിന്റെ ക്യാപിറ്റൽ. നേരത്തെ കണ്ട ഓഹരി മൂലധനം. അപ്പം ഇത് ആരൊക്കെയാണ് ഇതിനെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആരൊക്കെയാണ് ഇതിന്റെ സപ്ലയേഴ്സ്? ഈ ഗ്രൂപ്പാണ് പ്രൈവറ്റ് ബാങ്കുകൾക്ക് ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്നത്. ആരാണ് അവർ? ദീസ് ആർ ഓൾ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്. സ്വകാര്യ നിക്ഷേപകരാണ്. അവരാണ് ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ PSU ബാങ്കിൽ ആരൊക്കെയാണ്? PSU ബാങ്കിൽ ഈ പറഞ്ഞ മാതിരി പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതിന് പുറമെ ഒരാളും കൂടി ഉണ്ട്. ഇതാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പൈപ്പാണ്, ഇതിലിങ്ങനെ ക്യാപിറ്റൽ വരുന്നു. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ആരാണ്? ഇറ്റ് ഈസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അവിടെയും വേറൊരു പൈപ്പും കൂടി ഉണ്ട്. അപ്പോൾ PSU ബാങ്ക് ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ക്യാപിറ്റൽ കിട്ടും,
പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനും ക്യാപിറ്റൽ കിട്ടും. അപ്പം എങ്ങനെയാ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതുമാതിരി 11 രൂപ ക്യാപിറ്റലും 15 രൂപ NPA ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് എന്താണ്, അവർക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാണ് എവിടെയായാലും നോക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഇതെല്ലാം വിറ്റ് ഒഴിവാവും. പിന്നെന്താണ്, ഈ കേസിൽ നമ്മൾ നേരത്തെ കണ്ട കേസിൽ ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ഒരേ ഒരു വഴിയുള്ളൂ. ഇവിടെ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സംഭവം അത് ഇവിടെ എൻ്റയർ ക്യാപിറ്റൽ പോയി അതിന് ഫ്രഷ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ വേണം. എങ്കിൽ മാത്രമേ ഈ ബാങ്ക് തുടർന്നും ഓടാൻ പറ്റുള്ളൂ. ഇപ്പം ഈ 11 എന്നുള്ള നിലയിലേക്ക് തന്നെ, ഈ കേസിൽ 11 എന്നുള്ള നിലയിലേക്ക് തന്നെ കൊണ്ടുവരണമെങ്കിൽ 15 രൂപ വേണം. കാരണം 15 രൂപയുടെ ലോസ് അബ്സോർബ് ചെയ്യാനുണ്ട്. എങ്കിൽ മാത്രമേ ഈ പണ്ടത്തെ 11 എന്നുള്ള നിലയിലേക്ക് വീണ്ടും ക്യാപിറ്റൽ പൊസിഷൻ വരുള്ളൂ. അപ്പം ഈ കേസിൽ നമ്മൾ ഇവിടെ കണ്ടു, പ്രൈവറ്റ് ബാങ്ക് ആകുമ്പോൾ എന്താണ്, പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ പ്രശ്നത്തിലാണെന്ന് അറിയുന്നതുകൂടി ഈ പൈപ്പ് ഇവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ആവുന്നു. പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് എല്ലാം സ്കൂട്ടാവുന്നു. മാത്രമല്ല ഡെപ്പോസിറ്റ് വരെ തിരിച്ചു കൊടുക്കാനുള്ള ഫണ്ട് കിട്ടാതെ ആകുമ്പോൾ പ്രശ്നമാവുന്നു. അപ്പോൾ RBI ഇടപെടുന്നു, മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു, നാട്ടുകാരെല്ലാം അറിയുന്നു, പ്രശ്നമാവുന്നു. നേരെ തിരിച്ചിപ്പോൾ PSU ബാങ്കിൻ്റെ കേസിൽ എങ്ങനെയാണ്? പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് അവിടെയും ഈ പറഞ്ഞ മാതിരി, ഇപ്പം നേരത്തെ കണ്ട ബാലൻസ് ഷീറ്റ് ഒരു PSU ബാങ്കിൻ്റെ ആണെങ്കിൽ അവിടെയും പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് അതോടുകൂടി ഈ പൈപ്പ് ഇവിടെ നിൽക്കുന്നു. ഇതേ പിന്നെ ക്യാപിറ്റൽ ഒന്നും വരുന്നില്ല, അവർ സ്കൂട്ടാവുന്നു രണ്ട് കേസിലും. അതായത് നല്ല കാലം വരുമ്പോൾ ഇവർ ഗുഡ് ടൈംസ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്, നല്ല കാലത്ത് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ അവർ ഇതാവും. ഇവിടെ അങ്ങനെ തന്നെ ഗുഡ് ടൈംസ്, നല്ല കാലങ്ങളിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പം ഇവിടെ ഈ പൈപ്പ് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? പൊതുമേഖലാ ബാങ്ക് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പൈപ്പ് എന്നുള്ള ഫ്ലോ കൂടും. അതായത് ഇവിടെ പൈപ്പ് നിൽക്കുമ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ നിന്നുള്ള ഈ ഫ്ലോ കൂടും. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൂടുതലായിട്ട് ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്നു. അതായത് ബാഡ് ടൈംസ്, കഷ്ടകാലത്തിൽ എന്ത് സംഭവിക്കും? പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇല്ലെങ്കിലും ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പൈപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ പിക്ചറിൽ RBIയോ മൊറട്ടോറിയമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് ആൾക്കാരൊന്നും അറിയുന്നില്ല. പക്ഷെ പ്രൈവറ്റ് ബാങ്കിൻ്റെ കേസിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ഗവൺമെൻറ് ഇല്ല. അതുകൊണ്ട് RBI ഇടപെടാതെ ആ ബാങ്കിനെ രക്ഷിച്ചെടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കഥ. അപ്പം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ വേറൊരു തരത്തിലും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. സപ്പോസ് ഇപ്പോൾ ഗവൺമെൻറ് എന്തിനാണ് ഇടപെട്ടില്ല എന്ന് വിചാരിക്കുക. ഒരു പൊതുമേഖലാ ബാങ്ക് ഇതുമാതിരി ലോണെല്ലാം കൊടുത്തു പ്രശ്നമായി, യെസ് ബാങ്കിൻ്റെ മാതിരി പ്രശ്നമായി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്യാപിറ്റൽ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പൊതുമേഖലാ ബാങ്കുകളൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ കൂടി വയ്യ. കാരണം ബാങ്കിങ് സിസ്റ്റത്തിലുള്ള മൊത്തത്തിലുള്ള ട്രസ്റ്റ് തന്നെ പോവും, അതിലുള്ള വിശ്വാസം ആൾക്കാർക്ക് പോവും. ബാങ്കിങ് സിസ്റ്റം പോയി കഴിഞ്ഞാൽ ഇക്കോണമി തന്നെ തകരും. അപ്പോൾ അതിലേക്ക് ഒരിക്കലും ഒരു ഗവൺമെൻറ് എത്തിക്കില്ല. അതിനു മുമ്പേ ഒരു ക്യാപിറ്റൽ സപ്ലൈ ചെയ്യും. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുമേഖലാ ബാങ്കുകൾ പരാജയപ്പെടാത്തതിൻ്റെ കാരണം അവരുടെ ലെൻഡിങ്ങിൻ്റെ കഴിവോ അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഫ്രോഡുകളോ കാര്യങ്ങളോ ഒന്നും നടക്കാത്ത ഒന്നല്ല. ദർ ഈസ് എൻ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ പൊതുമേഖലാ ബാങ്കിൻ്റെ കേസിൽ. പക്ഷേ സ്വകാര്യ ബാങ്കിൻ്റെ കേസിൽ എന്ത് സംഭവിക്കും? അവിടെ ദർ ഈസ് ഓൺലി എ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ. അവിടെ വളരെ ലിമിറ്റഡ് ആണ്. ഒരു പരിധി കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് എല്ലാം പോയി പിന്നെ റിസർവ് ബാങ്ക് രക്ഷിച്ചെടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറൊരു തരത്തിലും കൂടി ഇതിനെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു ഇത് അവസാനിപ്പിക്കാം. എന്താണത്? നമുക്ക് വേറൊരു തരത്തിലും കൂടി ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം കൂടി ഇതാക്കാം. സപ്പോസ് നമുക്കറിയാം ഈ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിപ്പോൾ ഒരു ഫ്ലാറ്റ് ആണെന്ന് വിചാരിക്കും. ഇതൊരു ഫ്ലാറ്റ് സമുച്ചയമാണ്. ഇതിലത്ര ഒരു നോൺ പ്രീമിയം അല്ലാത്ത ഒരു ഫ്ലാറ്റാണ്. ഇപ്പുറത്ത് ഒരു പ്രീമിയം അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ആണെന്ന് വിചാരിക്കുക. കുറച്ചും കൂടി ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും വാച്ച് ചെയ്തുകൊണ്ട് ഒരാൾ നിൽക്കുന്നു, ഒരാൾ ഒരു രാത്രി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ നോൺ പ്രീമിയം അപ്പാർട്ട്മെൻറ്റ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അതിൽ പവർ ബാക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല.
കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലൈറ്റ് പോകും, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് എല്ലാം നിൽക്കും. കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും പവർ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഈ പ്രീമിയം അപ്പാർട്ട്മെൻറ്റിൽ എന്താണ്, അവിടെ ജനറേറ്റർ ബാക്കപ്പ് ഉണ്ട്. ഓട്ടോമാറ്റിക് പവർ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓവർ ആവും. ഒരു വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ തന്നെ ആ ഒരു സ്വിച്ച് ഓവർ നടക്കും. മാത്രമല്ല ഇതിൻ്റെ ജനറേറ്റർ ഒരു സൈലന്റ് ജനറേറ്ററും കൂടിയാണ്. സപ്പോസ് ഒരാളിപ്പോൾ ഒരു രാത്രി 8 മണിക്ക് ഇയാൾ ഒരു ഇപ്പുറത്ത് ഒരു നോൺ പ്രീമിയം ഫ്ലാറ്റും ഇപ്പുറത്തൊരു പ്രീമിയം ഫ്ലാറ്റും എന്ന് വിചാരിക്കുക, പെട്ടെന്ന് സപ്ലൈ പോകുന്നു. സപ്ലൈ പോകുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യാതൊരു കുഴപ്പമില്ല, കറണ്ട്, വെളിച്ചവും എല്ലാ കാര്യങ്ങളും അതുമാതിരി തന്നെ ഉണ്ട്. പിന്നെ സൈലന്റ് ജനറേറ്ററാണ്, ശബ്ദം കേൾക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് പോകുന്നു, ഇരുട്ടാവുന്നു, അപ്ലയൻസ് എല്ലാം നിൽക്കുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ട് കാണും. ഇവിടെ പക്ഷേ യാതൊരു വ്യത്യാസമില്ല. അപ്പം സാധാരണ എങ്ങനെയാണ് ഇയാൾ ചിന്തിക്കുക എന്തായിരിക്കും, ഇവിടെ കറണ്ട് പോയി പക്ഷെ ഇവിടെ കറണ്ട് പോയിട്ടില്ല. ഇപ്പം ഏതാണ്ട് ഇതുമാതിരി തന്നെയാണ് നമ്മുടെ PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്. ഓഫ് കോഴ്സ് ഇവിടെ എഴുതിയാൽ വ്യത്യാസമുണ്ട്. ഇതാണ് പ്രൈവറ്റ് ബാങ്ക്, ഇതാണ് പ്രൈവറ്റ് ബാങ്ക്, ഇത് PSU ബാങ്ക്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിയാവുള്ളൂ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ഓവർ വരുന്നു, കറണ്ട് വരുന്നു ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ കാഷ്വലായിട്ട് നോക്കുന്ന ഒരാൾക്ക് തോന്നും ഇവിടെ കറണ്ട് പോയി പക്ഷെ ഇവിടെ കറണ്ട് പോയിട്ടില്ല. ഏതാണ്ട് ഇതുമാതിരി തന്നെയാണ് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും. അതായത് പൊതുമേഖലാ ബാങ്കുകൾ ഒരു പ്രീമിയം അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് വിത്ത് ജനറേറ്റർ ബാക്കപ്പ്, ഓട്ടോമാറ്റിക് സ്വിച്ച് ഓവർ ആൻഡ് സൈലന്റ് ജനറേറ്റർ എന്ന് കണക്കാക്കാം. സ്വകാര്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ആ പവർ ബാക്കപ്പ് ഇല്ലാത്ത ഇതായിട്ട് നോക്കാം. അപ്പം അതാണ് പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ, അതായത് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ സപ്ലൈ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്യാപിറ്റൽ സപ്ലൈക്ക് മാറുന്നു. അപ്പം അതിൽ യാതൊരു ഡിസപ്ഷനും ഇല്ല, നമ്മളത് അറിയുന്ന പോലുമില്ല. പക്ഷേ ഇവിടെ ആകുമ്പോൾ കറണ്ട് പോകുന്നു, ഇരുട്ടാവുന്നു, പിന്നെ ഇലക്ട്രീഷ്യൻ വന്നിട്ടോ അല്ലെങ്കിൽ പവർ സപ്ലൈ വരുന്നത് വരെ RBI ഇടപെട്ട് ക്യാപിറ്റൽ സപ്ലൈ വേറെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇതാക്കി കഴിഞ്ഞാലേ മനസ്സിലാവുന്നുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ഈ ഒരു ബാങ്കിങ് ഇൻഡസ്ട്രിയിലെ ഈ ഒരു വ്യത്യാസം. അപ്പോൾ ആ ചോദ്യം സ്വകാര്യ ബാങ്കുകൾ വേണോ എന്നുള്ളത്, ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അതിനുള്ള ഒരു ഇൻഫർമേഷൻ, അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ തരാനായിട്ടാണ് ഒരു വീഡിയോ. അപ്പോൾ ഇനിയും ഇത്തരം വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻസുകൾ ഉണ്ടെങ്കിൽ കമൻസ് പറയുക. താങ്ക് യു വെരി മച്ച്.